2024 നവംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 3 എക്സാമിന് ചോദിച്ച പാർട്ട് 1ലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ തുടർച്ചയായി വരുന്ന 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അക്കോർഡിംഗ് ടു പിയാഷേസ് സ്റ്റേജസ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, adolescent belongs to A. Formal operational stage, B. Concrete operational stage, C. Pre-operational stage, D. Sensory motor stage. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് എ ആണ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. പിയാഷെയുടെ തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അനുസരിച്ച് അഡോളസൻസ് വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. സാധാരണ 11 വയസ്സിനും അതിനു മുകളിലുള്ളവരെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു സ്റ്റേജിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ സ്റ്റേജിൽ വരുന്നവരുടെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് അബ്സ്ട്രാക്ട് തിങ്കിങ്, ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ്, അതുപോലെ പ്രോബ്ലംസ് സിസ്റ്റമാറ്റിക്കലി സോൾവ് ചെയ്യാനുള്ള കഴിവ് എന്നിവ. പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയിൽ പ്രധാനമായും 4 സ്റ്റേജസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ സെൻസറി മോട്ടോർ സ്റ്റേജ്. ജനനം മുതൽ 2 വയസ്സ് വരെയാണ് ഈ സെൻസറി മോട്ടോർ സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ ഇൻഫൻസ് ലേൺ ചെയ്യുന്നത് സെൻസറി എക്സ്പീരിയൻസസിലൂടെയും മോട്ടോർ ആക്ഷൻസിലൂടെയും ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേജാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയാണ് ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുട്ടികളിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും സിംബോളിക് പ്ലേയും എല്ലാം ഒബ്സേർവ് ചെയ്യാൻ കഴിയുന്നതാണ്. മൂന്നാമത്തെ സ്റ്റേജാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ് ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് ആയ ഒബ്ജക്ട്സിനെ കുറിച്ചുള്ള ഒരു ലോജിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന 4ാമത്തെ സ്റ്റേജാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 11 വയസ്സിന് മുകളിലുള്ളവരാണ് ഈ ഒരു ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. നെക്സ്റ്റ് വൺ: ദി ചെയർമാൻ ഓഫ് ദി സ്റ്റിയറിംഗ് കമ്മിറ്റി ഓഫ് NCF 2005 വാസ് പ്രൊഫസർ യശ്പാൽ, ശ്രീ രോഹിത് ധൻകർ, ഡോക്ടർ കസ്തൂരി രംഗൻ, ഡി കോത്താരി. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്, പ്രൊഫസർ യശ്പാൽ. 2005 NCFൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു പ്രൊഫസർ യശ്പാൽ. അതുപോലെ തന്നെ നമ്മുടെ 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഡ്രാഫ്റ്റ് ചെയ്ത കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ കസ്തൂരി രംഗൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടീച്ചർ? ഫസ്റ്റ് വൺ: പ്രൊവൈഡ്സ് സെൽഫ് ലേണിംഗ് കണ്ടീഷൻസ് ടു സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് റൂം. 2. സിസ്റ്റമാറ്റിക്കലി പ്ലാൻ ദി ലെസൺ ഓർ യൂണിറ്റ് ബിഫോർ ടീച്ചിങ്. 3. promotes democratic values in the class. 4. gives proper punishment to learners to achieve maximum score in their exams. ഒരു ഗുഡ് ടീച്ചറുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷനാണ് പ്രൊവൈഡ് സെൽഫ് ലേണിംഗ് കണ്ടീഷൻസ് ടു സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് റൂം. ഇതൊരു നല്ല ടീച്ചറുടെ പ്രധാനപ്പെട്ടൊരു സ്വഭാവ സവിശേഷതയാണ്. രണ്ടാമത്തെ നോക്കാം, സിസ്റ്റമാറ്റിക്കലി പ്ലാൻസ് ദി ലെസൺ ഓർ യൂണിറ്റ് ബിഫോർ ടീച്ചിങ്. ഇതും ഒരു ഗുഡ് ടീച്ചറുടെ നല്ലൊരു ക്വാളിറ്റിയാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം, പ്രൊമോട്ട്സ് ഡെമോക്രാറ്റിക് വാല്യൂസ് ഇൻ ദി ക്ലാസ്. ഒരു ടീച്ചർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണത്, ക്ലാസ് മുറിയിൽ ഡെമോക്രാറ്റിക് വാല്യൂസ് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 പോയിന്റ്സും ഒരു നല്ല ടീച്ചറുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റീസാണ്. നാലാമത്തെ നോക്കാം, gives proper punishment to learners to achieve maximum score in their exam. ഇതൊരു ടീച്ചറുടെ നല്ലൊരു സവിശേഷതയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. നെക്സ്റ്റ് വൺ: the disorder that characterized by difficulty in muscle control, which causes problems with movement and coordination, language and speech, which in turn can affect learning, is dyslexia,
ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്, ഡിസ്പ്രാക്സിയ. ഡിസ്പ്രാക്സിയ ഡെവലപ്മെൻ്റൽ കോർഡിനേഷൻ ഡിസോർഡർ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. മസിൽ കൺട്രോളിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. ഇതുവഴി മൂവ്മെൻറ്റിലും കോർഡിനേഷനിലും ലാംഗ്വേജിലും സ്പീച്ചിലുമെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ഇത്തരത്തിലുള്ള ചലഞ്ചസ് കുട്ടിയുടെ പഠന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് മറ്റ് ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കാം. ഡിസ്ലെക്സിയ പ്രധാനമായും കാണപ്പെടുന്ന ഒരു ലേണിംഗ് ഡിസോർഡറാണ് ഡിസ്ലെക്സിയ. റിട്ടൺ മെറ്റീരിയൽസ് വായിക്കുന്നതിലും അതുപോലെ സ്പെല്ലിംഗ്, വാക്കുകൾ ഡീകോഡ് ചെയ്യുന്നതിലൊക്കെയുള്ള ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള കുട്ടികളിൽ കോമൺ ആയി കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ റിട്ടൺ ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യുന്നതിലും അതിൻ്റെ ഫോണോളജിക്കൽ പ്രോസസ്സിങ്ങിലും വാക്കുകൾ തിരിച്ചറിയുന്നതിലും അതിൻ്റെ ഫ്ലുവൻസിയിലുമെല്ലാം ഇത്തരത്തിലുള്ള കുട്ടികളിൽ ബുദ്ധിമുട്ടുകൾ കോമൺ ആയിട്ട് കാണാറുണ്ട്. നെക്സ്റ്റ് വൺ, ഡിസ്ഗ്രാഫിയ. റൈറ്റിംഗ് എബിലിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ലേണിംഗ് ഡിസോർഡറാണ് ഡിസ്ഗ്രാഫിയ. ഹാൻഡ് റൈറ്റിംഗ്, സ്പെല്ലിംഗ്, ഓർഗനൈസിങ് തോട്ട്സ് ഓൺ പേപ്പർ തുടങ്ങിയ റൈറ്റിംഗ് എബിലിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ലേണിംഗ് ഡിസോർഡറാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇത്തരം കുട്ടികളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ലേണിംഗ് ഡിസോർഡറാണ് ഡിസ്കാൽക്കുലിയ. നമ്പേഴ്സിനെ മനസ്സിലാക്കാനും ആ നമ്പേഴ്സുമായി വർക്ക് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള കുട്ടികളിൽ പ്രധാനമായും കണ്ടുവരുന്നൊരു പോരായ്മ. അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നതിലും ന്യൂമറിക്കൽ കോൺസെപ്റ്റുകൾ ഗ്രാസ്പ് ചെയ്യുന്നതിലൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡിസ്പ്രാക്സിയ. നെക്സ്റ്റ് വൺ, അനലറ്റിക്കൽ ഇൻ്റലിജൻസ്, ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്, കോണ്ടെക്സ്ച്വൽ ഇൻ്റലിജൻസ് are the three types of intelligences. This is better explained in A. Cattell and Horn's theory of intelligence, Sternberg's triarchic theory of intelligence, Howard Gardner's theory of multiple intelligence, Vernon's hierarchical theory. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്, സ്റ്റേൺബർഗ്സ് ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ്. ഈ തിയറിയിലാണ് 3 ടൈപ്പ് ഇൻ്റലിജൻസ് പ്രപ്പോസ് ചെയ്യുന്നത്. അനലറ്റിക്കൽ ഇൻ്റലിജൻസ്, ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്, കോണ്ടെക്സ്ച്വൽ ഇൻ്റലിജൻസ് എന്നിങ്ങനെ 3 തരം ഇൻ്റലിജൻസുകളാണ് സ്റ്റേൺബർഗ്സിൻ്റെ ട്രയാർക്കിക് തിയറിയിൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. പ്രോബ്ലം സോൾവിങ്ങും ലോജിക്കൽ റീസണിങ്ങുമാണ് അനലറ്റിക്കൽ ഇൻ്റലിജൻസിൽ പ്രധാനമായും ഇൻവോൾവ് ചെയ്യുന്നത്. പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രാക്ടിക്കലായിട്ടുള്ള റിയൽ വേൾഡ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസാണ് കോണ്ടെക്സ്ച്വൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് വരുന്നത്. മറ്റ് ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കാം. കാറ്റൽ ആൻഡ് ഹോൺസ് തിയറി ഓഫ് ഇൻ്റലിജൻസ്. ഫ്ലൂയിഡ് ഇൻ്റലിജൻസിനെയും ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നൊരു തിയറിയാണ് കാറ്റൽ ആൻഡ് ഹോൺസ് തിയറി ഓഫ് ഇൻ്റലിജൻസ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന കോൺസെപ്റ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് ഹൊവാർഡ് ഗാർഡ്നർ. അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഇൻ്റലിജൻസുകളാണ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, സ്പേഷ്യൽ ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. വേർണോൺസ് ഹൈറാർക്കിക്കൽ തിയറി. ഇൻ്റലിജൻസിനെ ഹൈറാർക്കിക്കലി ഓർഗനൈസ് ചെയ്തൊരു തിയറിയാണ് വെർണോൺസ് hierarchical theory. Next one, a new behavior is learned but not demonstrated until reinforcement is provided for displaying it. This type of cognitive learning is called insight learning, latent learning, social learning, verbal learning. ആദ്യം നമുക്ക് ലേറ്റന്റ് ലേണിംഗ് എന്താണെന്ന് നോക്കാം. അതായത് ഒരു വ്യക്തി ഒരു പെർട്ടിക്കുലർ നോളജോ ബിഹേവിയറോ അക്വയർ ചെയ്തു നമ്മൾ സങ്കല്പിക്കുക. ഈ രീതിയിൽ അക്വയർ ചെയ്ത ആ ഒരു നോളജിൻ്റെ എക്സ്പ്രഷനെ പ്രേരിപ്പിക്കുന്ന ഒരു റീഇൻഫോഴ്സ്മെൻറ്റോ മോട്ടിവേഷനോ ഉണ്ടാവുന്നത് വരെ ആ നോളജോ ബിഹേവിയറോ ഹിഡൻ ആയിരിക്കും. ഇതിനെയാണ് ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ പറഞ്ഞുള്ളൊരു എക്സാമ്പിൾ ഒന്ന് നോക്കുക. എ ചൈൽഡ് മേ ലേൺ ഹൗ ടു സോൾവ് എ പസിൽ ബൈ ഒബ്സേർവിങ് അതേഴ്സ്. അതായത് മറ്റുള്ളവരെ ഒബ്സേർവ് ചെയ്തുകൊണ്ട് ഒരു കുട്ടി ഒരു പസിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നു. ബട്ട് ഓൺലി ഡെമോൺസ്ട്രേറ്റ്സ് ദിസ് സ്കിൽ വെൻ ഓഫേർഡ് എ റിവാർഡ്. ആ കുട്ടിക്ക് നമ്മൾ റിവാർഡ് ഓഫർ ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും ആ കുട്ടി ആ സ്കില്ല് പെർഫോം ചെയ്യുന്നത്. ഇത്തരം ലേണിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലേറ്റൻറ്റ് ലേണിംഗ് എന്ന് വിളിക്കും. നമുക്ക് മറ്റ് ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കാം. ഇൻസൈറ്റ് ലേണിംഗ്. ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു പെട്ടെന്നുള്ള തിരിച്ചറിവോ അല്ലെങ്കിൽ ധാരണയോ ആണ് ഇൻസൈറ്റ് ലേണിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പലപ്പോഴും നമ്മളിതിനെ ആഹാ മൊമെൻ്റ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. സോഷ്യൽ ലേണിംഗ്. ബന്ദുരയുടെ തിയറിയിൽ പറയുന്നത് പോലെ മറ്റുള്ളവരെ ഒബ്സേർവ് ചെയ്യുന്നതിലൂടെയോ ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെയോ ബിഹേവിയേഴ്സ് അക്വയർ ചെയ്യുന്ന രീതിയാണ് സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. വെർബൽ ലേണിംഗ്. വേർഡ്സ് മെമ്മറൈസ് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക, വെർബൽ അസോസിയേഷൻസ് ഫോം ചെയ്യുക തുടങ്ങിയ രീതിയിൽ ലാംഗ്വേജിലൂടെ ഇൻഫർമേഷൻ അക്വയർ ചെയ്യുന്നൊരു രീതിയാണ് വെർബൽ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ലേറ്റൻറ്റ് ലേണിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ഫോർഗെറ്റ്സ് previously learned list of words when a new list of words is learned. This is an example of retroactive inhibition, proactive inhibition, inhibition due to repression, inhibition due to time lapse. പുതുതായി പഠിച്ച വിവരങ്ങൾ മുൻപ് പഠിച്ച വിവരങ്ങൾ ഓർത്തെടുക്കുന്നതിനെ തടസ്സപ്പെടുത്തുമ്പോഴാണ് റിട്രോആക്റ്റീവ് ഇൻഹിബിഷൻ സംഭവിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ കേസിൽ പുതിയ ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആണ് പഴയ വേർഡ്സിനെ ഓർത്തെടുക്കുന്നതിന് തടസ്സമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ നോക്കാം. മുമ്പ് പഠിച്ച വിവരങ്ങൾ പുതിയ വിവരങ്ങൾ പഠിക്കാനോ ഓർമ്മിക്കാനോ ഉള്ള കഴിവിനെ തടസ്സപ്പെടുത്തുമ്പോഴാണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ സംഭവിക്കുന്നത്. ഇൻഹിബിഷൻ ഡ്യൂ ടു റിപ്രഷൻ. സൈക്കോ അനലിറ്റിക് തിയറിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പോലെ ഇമോഷണലോ സൈക്കോളജിക്കലോ ആയിട്ടുള്ള ഘടകങ്ങൾ വഴി ഓർമ്മകളെയോ ഇൻഫർമേഷൻസിനെയോ അൺകോൺഷ്യസ്ലി ബ്ലോക്ക് ചെയ്യുന്നതിനെയാണ് ഇൻഹിബിഷൻ ഡ്യൂ ടു റിപ്രഷൻ എന്ന് പറയുന്നത്. ഇൻഹിബിഷൻ ഡ്യൂ ടു ടൈം ലാപ്സ്. സമയം കടന്നു പോകുന്നത് മൂലം പലപ്പോഴും ഓർമ്മക്കുറവ് മൂലം വിവരങ്ങൾ മറന്നു പോകുന്നതിനെയാണ് ഇൻഹിബിഷൻ ഡ്യൂ ടു ടൈം ലാപ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്, റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്, ലേറ്റൻറ്റ് ലേണിംഗ്. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്റ്റ് ലേണിംഗ്? മോട്ടിവേഷൻ, ലെവൽ ഓഫ് ആസ്പിരേഷൻ, ലേണർ ക്യാരക്ടറിസ്റ്റിക്സ്. എ 1 only, ബി 1 and 2, സി 1 and 3, ഡി 1, 2 and 3. ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, 1, 2 and 3. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 3 ഫാക്ടേഴ്സും, അതായത് മോട്ടിവേഷൻ, ലെവൽ ഓഫ് ആസ്പിരേഷൻ, ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ 3 ഫീച്ചേഴ്സും ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ആൻസറായിട്ട് വരുന്നത് ഡി ആണ്, 1, 2 and 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A parent always punishes his son without any basic reasons whenever he returns home from the workplace. This led the child to fear him and developed anxiety reactions at the time of arrival of the parent. This is a direct case of A. Classical conditioning, B. Law of effect, C. Positive reinforcement, ഡി മോട്ടോർ ലേണിംഗ്. ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് എ ആണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഒരു ലേണിംഗ് പ്രോസസ്സാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസുമായി അസോസിയേറ്റ് ചെയ്ത് ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് എലിസിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരിക. ഇവിടെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് പാരൻറ്റിൻ്റെ പനിഷ്മെൻ്റ് ആണ്. ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന
അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ് ഫിയർ അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അതേസമയം ഈ സിറ്റുവേഷനിലെ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ് പാരൻസ് അറൈവൽ ഹോം. അതായത് പാരൻ്റ് വീട്ടിൽ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ന്യൂട്രൽ സ്റ്റിമുലസ്. ഈ പ്രോസസ്സ് തുടർച്ചയായിട്ട് നടക്കുന്നത് കാരണം ഈ കുട്ടി പാരൻറ്റിൻ്റെ അറൈവൽ എന്ന് പറയുന്ന ഈ ന്യൂട്രൽ സ്റ്റിമുലസിനെ പനിഷ്മെൻ്റ് എന്ന് പറയുന്ന അൺകണ്ടീഷൻഡ് സ്റ്റിമുലസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാണ്. അങ്ങനെ അസോസിയേറ്റ് ചെയ്യപ്പെടുന്നത് മൂലം അവിടെ കണ്ടീഷൻഡ് റെസ്പോൺസ് ആയിട്ടുള്ള ഫിയറും ആങ്സൈറ്റിയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റ് ഓപ്ഷൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം. ലോ ഓഫ് ഇഫക്റ്റ്. എഡ്വാർഡ് തോണ്ടേക്കാണ് ലോ ഓഫ് ഇഫക്റ്റ് പ്രപ്പോസ് ചെയ്തത്. പോസിറ്റീവ് ഔട്ട്കം ലഭിക്കുന്ന ബിഹേവിയേഴ്സ് ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലും അതേസമയം നെഗറ്റീവ് ഔട്ട്കം ലഭിക്കുന്ന ബിഹേവിയേഴ്സ് ആവർത്തിക്കാനുള്ള സാധ്യത കുറവുമാണ് എന്നാണ് ലോ ഓഫ് ഇഫക്റ്റിൽ പറയുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഒരു പ്രത്യേക പെരുമാറ്റം ആവർത്തിക്കുന്നതിന് വേണ്ടി ഒരു റിവാർഡിംഗ് സ്റ്റിമുലസ് ആഡ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മോട്ടോർ ലേണിംഗ്, സൈക്കിൾ ഓടിക്കുക, അതുപോലെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയ പ്രാക്ടീസസിലൂടെ ഫിസിക്കൽ സ്കിൽസ് നേടുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് മോട്ടോർ ലേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദി എബിലിറ്റി ഓഫ് എ ടെസ്റ്റ് ടു പ്രൊഡ്യൂസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് സ്റ്റേബിൾ സ്കോർസ് ഈസ് ഇറ്റ്സ് സ്റ്റാൻഡർഡൈസേഷൻ, റിലയബിലിറ്റി, മീൻ ഡീവിയേഷൻ, വാലിഡിറ്റി. ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്, റിലയബിലിറ്റി. വ്യത്യസ്ത കണ്ടീഷൻസിൽ നമ്മളൊരു ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്കോർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ഐറ്റത്തിൻ്റെ എബിലിറ്റിയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ടെസ്റ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനും സ്കോറിങ്ങിനും ഒരു യൂണിഫോം പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻ്റ് ആണ്. ഒരു ഡാറ്റാ സെറ്റിലെ മീൻ വാല്യൂവിൽ നിന്നുള്ള ഡീവിയേഷൻസിൻ്റെ ആവറേജിനെയാണ് മീൻ ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ടെസ്റ്റ് ഐറ്റം കൊണ്ട് നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എത്രത്തോളം മെഷർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വാലിഡിറ്റി എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് റിലയബിലിറ്റിയാണ്. നെക്സ്റ്റ് വൺ, ദി കർവ് ഓഫ് ഫോർഗെറ്റിംഗ് വാസ് ഫസ്റ്റ് ഡ്രോൺ ബൈ പാവ്ലോവ്, സ്കിന്നർ, എബിൻഗോസ്, ലെവിൻ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് സി ആണ്, ഹെർമൻ എബിൻഗോസ്. ഒരു ജർമ്മൻ സൈക്കോളജിസ്റ്റായ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് മെമ്മറിയെക്കുറിച്ചും ഫോർഗെറ്റിങ്ങിനെ കുറിച്ചുമെല്ലാം പഠിച്ചത്. നെക്സ്റ്റ് വൺ, കൺസിഡർ ദി ഫോളോയിങ് ലേണിംഗ് കർവ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദിസ് കർവ്? എ, there is slow initial improvement in learning. B, learning decreases with time. C, the task given is difficult and learner has no previous practice on similar work. D, the task given is simple and the learner has previous practice on similar task. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. There is slow initial improvement in learning. ആ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം സ്ലോ ഇനീഷ്യൽ ഇംപ്രൂവ്മെൻ്റ് അല്ല നമുക്ക് ആ ഗ്രാഫിനകത്ത് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലേണിംഗ് ഡിക്രീസസ് വിത്ത് ടൈം. ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ലേണിംഗ് ഡിക്രീസ് ചെയ്യല്ല ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദി ടാസ്ക് ഗിവൺ ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് ലേണർ ഹാസ് നോ പ്രീവിയസ് പ്രാക്ടീസ് ഓൺ സിമിലർ വർക്ക്. ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റായിട്ടാണ് നമുക്ക് ഗ്രാഫിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുക. കാരണം ഡിഫിക്കൽട്ട് ടാസ്ക് ആണെങ്കിൽ ഈ രീതിയിൽ അവിടെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സി എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ദെൻ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദി ടാസ്ക് ഗിവൺ ഈസ് സിമ്പിൾ ആൻഡ് ദി ലേണർ ഹാസ് പ്രീവിയസ് പ്രാക്ടീസ് ഓൺ സിമിലർ ടാസ്ക്. ഇത് നമുക്ക് ആ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്. ദി ടാസ്ക് ഗിവൺ ഈസ് സിമ്പിൾ ആൻഡ് ദി ലേണർ ഹാസ് പ്രീവിയസ് പ്രാക്ടീസ് ഓൺ സിമിലർ ടാസ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ പ്രസൻറ്റിംഗ് എ കോൺട്രവേഴ്സ്യൽ ടോപ്പിക്, arguments in favor and against are put forward and a detailed analysis of facts is done. This method of teaching learning strategy is seminar, project, debate, group discussion. ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്, ഡിബേറ്റ്. ഒരു വിവാദമായ വിഷയം അവതരിപ്പിക്കുകയും പങ്കെടുക്കുന്നവർ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങൾ അവതരിപ്പിക്കുകയും തുടർന്ന് വസ്തുതകളുടെ വിശദമായ ഒരു വിശകലനം നടത്തുകയും ചെയ്യുന്ന ഒരു പഠന രീതിയാണ് ഡിബേറ്റ് എന്ന് പറയുന്നത്. മറ്റൊപ്ഷനുകളായ സെമിനാറുമായോ പ്രൊജക്റ്റുമായോ ഗ്രൂപ്പ് ഡിസ്കഷനുമായോ ആ സ്റ്റേറ്റ്മെൻറ്റിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് ആൻസറായിട്ട് വരുന്നത് ഡിബേറ്റാണ്. നെക്സ്റ്റ് വൺ. എ ബോയ് വെയറിംഗ് എ ഷർട്ട് with non-noticeable ink spot thinks that all will notice the ink spot on his shirt. This is an example of personal fable, imaginary audience, identity crisis, delinquency. ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്, ഇമാജിനറി ഓഡിയൻസ്. ഡേവിഡ് എൽക്കിൻഡിൻ്റെ തിയറി ഓഫ് അഡോളസെൻ്റ് ഈഗോസെൻട്രിസവുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഇമാജിനറി ഓഡിയൻസ് എന്ന് പറയുന്നത്. മറ്റുള്ളവർ തങ്ങളെ നിരന്തരം നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ധാരണ ഈ അഡോളസൻ്റ് ഏജിലുള്ള കുട്ടികളിൽ ഉണ്ടാവുകയും ഇത് ഒരു ഉയർന്ന തലത്തിലുള്ള സെൽഫ് കോൺഷ്യസ്നെസ്സിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഇമാജിനറി ഓഡിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഡോളസൻ്റ് ഈഗോസെൻട്രിസത്തിൻ്റെ മറ്റൊരു ആസ്പെക്റ്റാണ് പേഴ്സണൽ ഫേബിൾ. തങ്ങളുടെ എക്സ്പീരിയൻസസും ഫീലിങ്സും സിറ്റുവേഷൻസുമെല്ലാം യുണീക്കാണെന്നും ആരും തങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുമുള്ള തോന്നലായിരിക്കും ഈ അഡോളസൻ്റ് ഏജിലുള്ള കുട്ടികളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. എറിക് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയുമായി ബന്ധപ്പെട്ടൊരു ടേമാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. അഡോളസൻ്റ് ഏജിലുണ്ടാകുന്ന അനിശ്ചിതത്വത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും ഒരു കാലഘട്ടത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഡെലിക്വൻസി. പ്രായപൂർത്തിയാവാത്തവർ ചെയ്യുന്ന ചെറിയ ക്രൈംസിനെയോ ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സിനെയാണ് ഡെലിക്വൻസി എന്ന വേർഡ് കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇമാജിനറി ഓഡിയൻസ്. നെക്സ്റ്റ് വൺ. വിച്ച് ഈസ് ലീസ്റ്റ് കൺസിഡേർഡ് ഇൻ ദി ടീച്ചിങ് ലേണിംഗ് പ്രോസസ്? എ. ഡെമോൺസ്ട്രേഷൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ്. ബി. ലെക്ചറിങ് ഇൻ ഇംപ്രസീവ് മാനർ. സി. scolding and punishing the students. D. usage of whiteboard or blackboard in classroom. ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്, സ്കോൾഡിങ് ആൻഡ് പനിഷിംഗ് ദി സ്റ്റുഡൻസ്. നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഏറ്റവും ലീസ്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് സ്കോൾഡിങ് ആൻഡ് പനിഷിംഗ് ദി സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മറ്റു 3 ഓപ്ഷൻസും, അതായത് ഡെമോൺസ്ട്രേഷൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ്, ലെക്ചറിങ് ഇൻ ഇംപ്രസീവ് മാനർ, അതുപോലെ യൂസേജ് ഓഫ് വൈറ്റ് ബോർഡ് ആൻഡ് ബ്ലാക്ക് ബോർഡ് ഇൻ ദി ക്ലാസ് റൂം, ഇതെല്ലാം നമ്മൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്. നെക്സ്റ്റ് വൺ. ദി മെത്തേഡ് ഓഫ് ലേണിംഗ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ഇവാൻ പാവ്ലോവ്, ബി എഫ് സ്കിന്നർ, വുഡ്വർത്ത്, ഇ എൽ തോണ്ടൈക്ക്. ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്, ബി എഫ് സ്കിന്നർ. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന ലേണിംഗ് തിയറി പ്രപ്പോസ് ചെയ്തത് ബി എഫ് സ്കിന്നറാണ്. അതുപോലെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട സൈക്കോളജിസ്റ്റാണ് ഇവാൻ പാവ്ലോവ്. എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടൊരു സൈക്കോളജിസ്റ്റാണ് വുഡ്വർത്ത്. അതുപോലെ തന്നെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ ഒരു ഫൗണ്ടേഷനായി മാറിയത് എഡ്വാർഡ് എൽ തോണ്ടൈക്കിൻ്റെ ലോ ഓഫ് ഇഫക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി എഫ് സ്കിന്നറാണ്. നെക്സ്റ്റ് വൺ. 2 students have same IQ. Which of the following cannot be correct? Both can have same chronological age and mental age. Both can have different chronological age and mental age.
One is elder than the other. Both can have same chronological age but different mental age. ആദ്യം നമുക്ക് IQ കാണാനുള്ള ഇക്വേഷൻ നോക്കാം. IQ is equal to MA divided by CA into 100. Mental age divided by chronological age into 100. നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, both can have the same chronological age and mental age. രണ്ട് കുട്ടികളുടെ ക്രോണോളജിക്കൽ ഏജും മെൻ്റൽ ഏജും സെയിം ആണെങ്കിൽ അവരുടെ IQ ഈക്വൽ ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ബോത്ത് ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ക്രോണോളജിക്കൽ ഏജ് ആൻഡ് മെൻ്റൽ ഏജ്. അതായത് രണ്ട് കുട്ടികൾക്ക് ഡിഫറെൻറ്റ് ക്രോണോളജിക്കൽ ഏജും ഡിഫറെൻറ്റ് മെൻ്റൽ ഏജുമാണെങ്കിലും അവരുടെ IQ സെയിം ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. മൂന്നാമത്തെ നോക്കാം. വൺ ഈസ് എൽഡർ ദാൻ ദി അതർ. അതായത് ഒരു സ്റ്റുഡൻറ്റ് ഹയർ ക്രോണോളജിക്കൽ ഏജ് ആയിരിക്കും, മറ്റു കുട്ടിയെ അപേക്ഷിച്ച് ഏജ് കൂടുതലായിരിക്കും. അവരുടെ മെൻ്റൽ ഏജ് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവർക്കും സെയിം IQ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ബോത്ത് ക്യാൻ ഹാവ് ദി സെയിം ക്രോണോളജിക്കൽ ഏജ് ബട്ട് ഡിഫറെൻറ്റ് മെൻ്റൽ ഏജ്. അതായത് രണ്ട് കുട്ടികൾക്കും സെയിം ക്രോണോളജിക്കൽ ഏജ് ആണ്, ബട്ട് മെൻ്റൽ ഏജ് ഡിഫറൻ്റ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ IQയും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഈ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. ആൻസർ ഡി. നെക്സ്റ്റ് വൺ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ. തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് തോണ്ടൈക്ക്, തിയറി ഓഫ് ജനറലൈസേഷൻ ചാൾസ് ജൂഡ്, തിയറി ഓഫ് ഐഡിയൽസ് WC ബാഗ്ലി. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ്. തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് പ്രൊപ്പോസ് ചെയ്തത് എഡ്വാർഡ് എൽ തോണ്ടൈക്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ എ എന്ന് പറയുന്ന തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് മാച്ച് ചെയ്യുന്നത് തോണ്ടൈക്കുമായിട്ടാണ്. രണ്ട്, തിയറി ഓഫ് ജനറലൈസേഷൻ. തിയറി ഓഫ് ജനറലൈസേഷൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ചാൾസ് ജുഡുമായിട്ടാണ്. അപ്പം അതുകൊണ്ട് ബി മാച്ച് ചെയ്യുന്നത് രണ്ടാമത്തെ ചാൾസ് ജുഡുമായിട്ടാണ്. തേർഡ് വൺ, തിയറി ഓഫ് ഐഡിയൽസ്. തിയറി ഓഫ് ഐഡിയൽസ് ആട്രിബ്യൂട്ടഡ് ടു വില്യം ചാൻഡ്ലർ ബാഗ്ലി. അതുകൊണ്ട് സി മാച്ച് ചെയ്യുന്നത് മൂന്നാമത്തെ WC ബാഗ്ലിയുമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് A1, B2, C3. അതുകൊണ്ട് ആൻസർ ആയിട്ട് വരുന്നത് എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ ഓർ CAI? ഈസി ഹാൻഡ്ലിംഗ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് മൾട്ടിമീഡിയ കണ്ടൻറ്റ്, ഈസി പ്രാക്ടീസ് ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ക്യാൻ ബി ടേക്കൺ, കൗൺസിലിംഗ് ഫോർ സ്റ്റുഡൻസ് who faces mental problem can be easily done. കറക്റ്റ് ആൻസർ വരുന്നത് ഡി ആണ്. കൗൺസിലിംഗ് ഫോർ സ്റ്റുഡൻസ് ഹു ഫേസ് മെൻ്റൽ പ്രോബ്ലംസ് ക്യാൻ ബി ഈസിലി ഡൺ. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻസിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിനകത്ത് എ എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കാം. ഈസി ഹാൻഡ്ലിംഗ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് മൾട്ടിമീഡിയ കണ്ടൻറ്റ്, ഇത് CAIയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ബി, ഈസി പ്രാക്ടീസ് ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ഇതും CAIയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. സി, ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ക്യാൻ ബി ടേക്കൺ, ഈ മൂന്നാമത്തതും കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാതെ വരുന്നത് നാലാമത്തെ ഓപ്ഷനായിട്ടുള്ള ഡി ആണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, അസംഷൻസ് ഇൻ ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ് on development are: number 1, development is lifelong; number 2, development is unidirectional; number 3, biological, cognitive and socio-emotional processes are interwoven in development; number 4,
സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ ഔട്ട് ദി ലൈഫ് സ്പാൻ. നമ്മുടെ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്. ഈ ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്തത് പോൾ ബാൾട്ടിസ് പോലെയുള്ള സൈക്കോളജിസ്റ്റുകളാണ്. ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സോട് കൂടിയ ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിനകത്ത് പറയുന്ന ഓരോ അസംഷൻസ് ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് ലോങ്. LSPയുടെ ഒരു കോർ അസംഷനാണ് ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് ലോങ് എന്ന് പറയുന്നത്. അതായത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ ജനനം മുതൽ മരണം വരെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് ലോങ് എന്ന് പറയുന്നത് LSPയുടെ ഒരു പ്രധാനപ്പെട്ട അസംഷനാണ്. സെക്കൻഡ് വൺ, ഡെവലപ്മെൻറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ. ഇത് LSPയുടെ ഒരു അസംഷനല്ല. ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഈസ് മൾട്ടി ഡയറക്ഷണൽ എന്നാണ്. അതായത് നമ്മുടെ ലൈഫിൻ്റെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ വെച്ച് നമ്മുടെ ഈ എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനും ഡിക്ലൈൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഡെവലപ്മെൻറ്റ് മൾട്ടി ഡയറക്ഷണലാണ്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. ഇനി മൂന്നാമത്തെ നോക്കാം. ബയോളജിക്കൽ, കൊഗ്നിറ്റീവ് ആൻഡ് സോഷ്യോ ഇമോഷണൽ പ്രോസസ്സ് ആർ ഇൻ്റർവ്യൂവൻ ഇൻ ഡെവലപ്മെൻറ്റ്. ഇതും LSPയിലെ ഒരു കീ അസംഷനാണ്. അതായത് ഡെവലപ്മെൻറ്റിനകത്ത് ബയോളജിക്കലായിട്ടും കൊഗ്നിറ്റീവായിട്ടും സോഷ്യോ ഇമോഷണലായിട്ടുള്ള എല്ലാ പ്രോസസ്സുകളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതും കറക്റ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ ഔട്ട് ദി ലൈഫ് സ്പാൻ. LSPയുടെ ഒരു പ്രധാനപ്പെട്ട അസംഷനായിട്ടുള്ള പ്ലാസ്റ്റിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ നാലാമതായിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഏതൊരു ഏജിലും ലേണിങ്ങിലൂടെയും പ്രാക്ടീസിലൂടെയും നമുക്ക് നമ്മുടെ സ്കിൽസും എബിലിറ്റീസും എല്ലാം മോഡിഫൈ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും കഴിയും. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്ത് 3 സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. 1, 3, 4 കറക്റ്റാണ്. 2024 നവംബറിൽ നടന്ന കേട്ടറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.